ഓക്കെ ദേവര കിടിലം പടം. എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടതിൻ്റെ മേക്കിംഗ് ആണ്. ഇതിൻ്റെ കഥ ശോകമാണ്, പക്ഷേ മേക്കിംഗ്, BGM, പിന്നെ എൻറ്റിയാൻ്റെ ആക്ടിങ്. ഫസ്റ്റ് ഹാഫ് വെറുതെ സീനായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കട്ട വെറുപ്പിക്കലായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് അത് എന്താണ് കട്ട ശോകമായിരുന്നു. പിന്നെ അടിപൊളിയാണ്. ഇതിന് നല്ലൊരു കഥയുണ്ടായിരുന്നു, ഇതിൻ്റെ മേക്കിങ് എല്ലാം സംഭവമൊക്കെ എല്ലാം സൂപ്പറാണ്. പക്ഷേ ഇതൊരു ചാപ്റ്റർ സ്റ്റോറി ആക്കാനുള്ള സംഭവമൊന്നുമില്ല, ഒറ്റ ഇതിൽ തന്നെ അങ്ങോട്ട് നിർത്തിയെങ്കിൽ അത് അടിപൊളിയാണ് അപ്പം എനിക്ക് തോന്നിയാണ്. പിന്നെ ഇത്രയും ടൈം എടുത്തിട്ട് തിയേറ്ററിൽ വന്ന് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി തന്നെയാണ്. പടം ഭയങ്കര നെഗറ്റീവ്, അത്ര നെഗറ്റീവ് പറയാനൊന്നുമില്ല. സംഭവം നമ്മുടെ ഒരു തെലുങ്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഒരു മസാല ആക്ഷൻ മൂവി കണ്ടുകൊണ്ടിരിക്കാനുള്ള ആ ഒരു സംഭവമുണ്ട്. എനിക്ക് മറ്റേ അതിൻ്റെ ഡയറക്ടർ കോർത്തല ശിവയുടെ ഒരു മേക്കിംഗ് പുള്ളിക്ക് അത്യാവശ്യം നല്ല പണി അറിയാം. അതിൻ്റെ ഫൈറ്റിങ്ങൊക്കെ വെറുതെ അടിപൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു. അതിൻ്റെ മേക്കിങ്, ഷോർട്ട് ഡിവിഷൻസ് എല്ലാം പക്കയായിരുന്നു. ഒന്നും പറയാനല്ല ഈ ഒരു സിനിമയെക്കുറിച്ച്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, അത്യാവശ്യം നല്ല മാസമായിരുന്നു. നല്ല സ്ക്രീൻ പ്ലേ നല്ലോണം പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ലോണം ഉഴപ്പിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നിയൊരു കാര്യമില്ലേ, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്, ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആദ്യം ഫസ്റ്റ് ഹാഫ് കാണിച്ചിട്ട് പിന്നെ എന്താണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ കാണിച്ചിരുന്നെങ്കിൽ പക്കയാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ത്രില്ലടിപ്പിച്ചിട്ട് പെട്ടെന്ന് സെക്കൻഡ് ഹാഫിലോട്ട് ഭയങ്കര ഡൗൺ ആയിപ്പോയി. പിന്നെ മകൻ്റെ സ്റ്റോറിയാണ് കാണിക്കണത്. അപ്പം അത് അങ്ങനത്തെ കുറച്ച് ഇതിൻ്റെ BGM ഇൻട്രോയിലെ സീനായിരുന്നു. അതിനകത്ത് വെറുതെ ചെയ്ത് സെഞ്ചിട്ടാ പോയിച്ചെന്ന് പറയും. പിന്നെ പുള്ളി റിപ്പീറ്റ് BGM കുറേ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻട്രവൽ പഞ്ച് പൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ സൂപ്പറായിട്ട് ഫീൽ ചെയ്തു എനിക്ക്. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒറിജിനൽ വെർഷനാണ് കണ്ടത്, തെലുങ്ക്. പക്ഷേ തെലുങ്ക് അറിയാൻ പാടില്ല, എന്നാൽ പോലും തെലുങ്ക് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷ്വലിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് പറയാന്നുള്ളത് ഒരു സെൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ. ഇനി OTTയിൽ വന്നവർക്ക് കാണാം. പക്ഷേ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. ചാപ്റ്റർ 2 വേണ്ടി കാത്തിരിക്കാനുള്ള അങ്ങനത്തെ ബാഹുബലി സെറ്റപ്പ് ഒന്നുമില്ല. സെറ്റപ്പാണ്, പക്ഷെ എന്നാലും എന്തിനോ വേണ്ടി ഞാനത് എല്ലാവരും ചാപ്റ്റർ ഉണ്ടാക്കണം, ഞാനും ചാപ്റ്റർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പോട്ടെ. ജീജു ശരി എന്നാ.